ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ്. അവലാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ കൂടെ ശർക്കരയും എള്ളും, കറുത്ത എള്ളും ഒക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ അയൺ കണ്ടൻ്റ് ഉള്ളതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നോക്കിയാലോ. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഉരുളിയിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് പൊട്ടുകടല, ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 3-4 സ്പൂൺ കറുത്ത എള്ള അതോടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി നമുക്ക് വറുത്തിങ്ങെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങെടുക്കാം. ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നാകും. അധികമായിട്ട് മൂപ്പിക്കണ്ട. ഉരുളിയിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് 1/2 കപ്പ് തേങ്ങ, 1/2 മുറി തേങ്ങ തിരുമിയതാണ്. ഇതും ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര പാനി ആക്കിയെടുത്തതാണ്. ഇത് 3 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2.25 കപ്പ് ശർക്കര ചീകിയെടുത്ത് അരിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയും ശർക്കരയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 3 കപ്പ് ചെറുതായി ചൂടാക്കിയ അവൽ ചേർക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 5-6 ഏലക്ക പൊടിച്ചത് ചേർക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കറുത്ത എള്ളും അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി എല്ലാം ചേർത്ത് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഡ്രൈ ആയി പോകരുത്. അവൽ നേരത്തെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയേ ഉള്ളൂ, അത്രയും മതിയാകും. കൂടുതൽ നമ്മൾ ചൂടാക്കിയാൽ നല്ല ഒരു കരികരിപ്പായിട്ട് അങ്ങനെ അങ്ങ് മാറും. ഒരു ചെറിയ നനവോടുകൂടി റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഇടാകാതെ കുറേ ദിവസം ഇരിക്കും. അങ്ങനെ അവൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.